പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലും ഏലം നമുക്ക് കൃഷി ചെയ്യാം. വ്യാവസായിക അടിസ്ഥാനത്തിലല്ലെങ്കിലും നമ്മൾ വീട്ടാവശ്യത്തിന് ഒക്കെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അത് ഇപ്പോൾ ഇവിടെയൊക്കെ നട്ടിട്ട് പുതിയ തൈകളുണ്ടായി വരുന്നുണ്ട്. ഇതിന്മേൽ ഇല്ല, ഇവിടെ കുറച്ചൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല ഉയർന്നു പോണ ഏലത്തിൻ്റെ തൈകളാണ്. ഇതിന്മേലും 2 തൈകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ഏലച്ചെടിയാണ്. ശരിക്ക് പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ മലപ്പുറം ജില്ലയിലും ഇത് സക്സസ് ആവുമെന്നാണ് കരുതുന്നത്. പിന്നെ ഇവിടെ ഒരു തൈ കയ്പക്ക ഉണ്ട്. പിന്നെ ഇവിടെ ചേന നട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ചേനയാണ്. നല്ല വലുപ്പമുണ്ട്. ഇത് ചോറ്റോലയാണ്, ചോറിലിടുന്ന. ഇതൊരു നെയ്ച്ചോറിൻ്റെ ഒരു മണം ഉണ്ടാവും നമ്മൾ ചോറ്റിലിട്ടിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഇതുപോലെ ഈ ഇല എടുത്തിട്ട് ചോറ്റിലിടുക, നല്ലൊരു വാസന രുചിയും കിട്ടും. പിന്നെ ഇവിടെ ആഫ്രിക്കൻ മല്ലി ഉണ്ട്. പിന്നെ കുറച്ച് ചീനമുളകുണ്ട്. ഇവിടെയുണ്ട് ചേന. പിന്നെ മഞ്ഞളുണ്ട്. പിന്നെ നന്നായിട്ട് വളരുന്ന ഒരു തെങ്ങുണ്ട്. ഒരു 4 വർഷമായി ഇപ്രാവശ്യം തേങ്ങ ഉണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ പപ്പായ, ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ ഇതിന് കറുമത്തി എന്ന് പറയും, പപ്പായ എന്ന് പറയും, ഓമക്കായ എന്ന് പറയും. അങ്ങനെ ഇത്രയും കൂടുതൽ പേരുള്ള വേറൊരു കൃഷി വേറുണ്ടെന്ന് സംശയമാണ്. ഒരുപാട് പേരിൽ, പല നാടിനും പല പേരിലായിട്ടാണ് ഇതിനറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം, ഇതിൽ മുകളിലൊരു കേട് വന്നിട്ട് നശിച്ചു പോവാണ്. ഒരു പുഴുക്കേടാണ്, ഒരു ഫംഗസ് എന്താ അറിയില്ല. അത് തുരുമ്പിച്ച് ആകെ നാശമായിട്ട് അതിൻ്റെ തല അങ്ങോട്ട് പോകും. പിന്നെ ആ മരം നശിച്ചു പോവാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ചേനുണ്ട്, വലിയൊരു ഉഷാറില്ലാത്തൊരു നന്നായിട്ടില്ല. പിന്നെ കുരുമുളക് വെച്ചിട്ടുണ്ട്. കുരുമുളക് ഇപ്പോൾ പിടിച്ച് വരണുള്ളൂ. ഇത് കുമ്പുക്കൻ എന്ന് പറഞ്ഞ കുരുമുളകാണ്. ഒരു തോക്കയിൽ തന്നെ, ഒരു കൊലയിൽ തന്നെ 1000 മണികളുണ്ടാവും. നല്ല കാ പിടിക്കുന്ന ഒരു ഇനാണ് ഈ കുമ്പുക്കൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ പറമ്പുകളിലൊക്കെ നന്നായിട്ട് വിളയുന്നുണ്ട്. അതിൻ്റെ ഓരോ കൊലകളായിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് പന്നിയൂരാണ് കേട്ടോ. അതിന്മേൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സ്റ്റെമ്പ്, ഒരു കൊള്ളി വെച്ചിട്ടുണ്ട്, ഒരു തൈ വെച്ചിട്ടുണ്ട്. ഇത് പന്നിയൂർ പറഞ്ഞ ഇതാണ്. ഇത് മുരിങ്ങ മരത്തുമ്മലാട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊന്നാങ്കണ്ണി ചീരണ്ട്, പിടിച്ച് വരണുള്ളൂ, നന്നായി വരണുള്ളൂ. ഇതിന് നല്ല പുഴുക്കേട് ഉണ്ടാകുന്നുണ്ട്. ഒരു നല്ല ഒരു അതായതുകൊണ്ടാവും പുഴുക്കൾ നന്നായിട്ട് ഇടക്ക് മരുന്നടിച്ചു കൊടുക്കണം. പിന്നെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി കുറച്ച് വെച്ചിട്ടുള്ളൂ, എന്നാലും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നു. പിന്നെ കറ്റാർവാഴ ഉണ്ട്. കറ്റാർവാഴ കുറച്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഗ്രോ ബാഗിൽ ഒരു മുളക് തൈ വെച്ചിട്ടുണ്ട്. കാശ്മീരിയാണ്, കാശ്മീരി പിരിയമുളക് എന്നും പറയും. പിന്നെ ഇവിടെ കയ്പങ്ങ വെച്ചിട്ടുണ്ട്, കയ്പക്ക. അതിങ്ങനെ പിടിച്ച് വരണുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ചായ മനസ്സാറിന ചീര, അതും വെച്ചിട്ടുണ്ട്. ചീനമുളക് വെച്ചിട്ട് അത് മഴ ആയപ്പോൾ അത്ര ഒരു ഉഷാറായിട്ടില്ല. ചീനമുളക് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഉഷാറായിട്ടില്ല. ഇതൊക്കെ മഴ കൊണ്ടാകെ നാശമായിപ്പോയി. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. അത് മിറാക്കിൾ ഫ്രൂട്ട്
പിന്നെ പൊന്നാങ്കണ്ണി ചീര അവിടെ നിന്ന് അതിൻ്റെ കഷ്ണങ്ങൾ നട്ടിട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇത് കറിവേപ്പ് മരം കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മണ്ണ് ഇട്ടതുകൊണ്ട് ഉഷാറായിട്ട് വളരുന്നുണ്ട്. ഇടയ്ക്ക് ഇത് മരുന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പുഴുക്കൾ തിന്നുന്നുണ്ട്. ഇവിടെ ഒരു കറിവേപ്പ് മരം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മളെ ആവശ്യത്തിനുള്ള ഇല കിട്ടുന്നുണ്ട്. ഒരു അണ്ണാൻ ഓടിപ്പോയി. ഇത് കറുകപ്പട്ട എൻ്റെ മരമാണ്, പട്ടൻ്റെ മരം. ഇതിന്മേന്ന് കൊമ്പൊക്കെ എടുത്തിട്ട് കുറച്ച് നമ്മളെ ആവശ്യത്തിനുള്ള പട്ട ഇതിന്മേന്ന് കിട്ടുന്നുണ്ട്, നമ്മളെ വീട്ടാവശ്യത്തിനുള്ള. ഇത് അരിനെല്ലിയാണ്. ഒരു നെല്ലിക്കൻ്റെ മാതിരിയുള്ള വേറൊരു രൂപത്തിലുള്ള ഒരു മരമാണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇത് കായ്ച്ചിട്ടില്ല, ഒരു തെങ്ങിൻ്റെ ചോട്ടായതുകൊണ്ട് കായ്ക്കണില്ല. മഞ്ഞൾ ഇവിടെ കുറച്ച് നട്ടിരുന്നു, അത് ഉഷാറായിട്ടില്ല. കാറ്റിലൊക്കെ പെട്ടിട്ട് ആകെ നാശമായി, കൊടിഞ്ഞ് നാശമായിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും വേറെ ഉണ്ടാവും എന്ന് കരുതുന്നു. ഇത് ഇനി അടിയിൽ നിന്ന് വേറെ പുതിയ തൈകൾ ഉണ്ടാകുമ്പോൾ ഉഷാറായിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ കരിമ്പ് ചെയ്തിട്ടുണ്ട്. കരിമ്പ് ഇങ്ങനെ പിടിച്ച് വരണുള്ളൂ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്, അതും പിടിച്ച് വരണുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.